എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തമിഴ് ശൈവ പ്രസ്ഥാനത്തിലെ 3 സന്യാസിമാരെ, 3 സെയിൻറ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. തമിഴ് ശൈവിസം എന്ന് പറയുന്നത് അതിഗംഭീരമായ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു ഭക്തി പ്രസ്ഥാനമാണ്. നമുക്കതിൽ നിന്ന് 3 രത്നങ്ങളെ, 3 നക്ഷത്രങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇളയംകുടി മാരനാർ. ഞാനിത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ നിൽക്കുന്ന ഭക്തിയുടെയും ഡിവോഷൻ്റെയും ഒരു തലമുണ്ട്. പക്ഷേ അവിടെ എങ്ങുമല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 3 പേരും നിൽക്കുന്നത്. ഈ 3 നയനാർമാരെന്നാണ് പറയപ്പെടുന്നത്. ശൈവഭക്തന്മാർക്ക് നയനാർമാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 3 നയനാർമാർ നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ, നമുക്ക് വിയേഡായിട്ട് തോന്നുന്ന, അത്ഭുതകരമായി തോന്നുന്ന, അപരിചിതമായി തോന്നുന്ന ഒരു റെലമിലാണ് അവർ നിൽക്കുന്നത്, ഒരു ഭൂമികയിലാണ് അവർ നിൽക്കുന്നത്. ഭക്തി കൊണ്ടുവരുന്നൊരു ഭൂമികയാണത്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു, ഈ മണ്ണിലുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്ന ഈ പച്ച മണ്ണില്ലേ, ഭാരതത്തിൻ്റെ, അവിടെ ഇതുപോലുള്ള മനുഷ്യരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ ഉഴുതുമറിച്ചിട്ട ഭൂമിയാണിത്. അപ്പോൾ ഇവിടെ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ തന്നെ നമ്മൾ മുമ്പോട്ട് പോയേ പറ്റൂ. ഇതിലൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ അർത്ഥത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും നമുക്ക് ഇളയംകുടി മാരനാറിലേക്ക് വരാം. ഞാൻ ആദ്യം ഇത്രയും പറഞ്ഞത്, കൂടുതലും യങ്സ്റ്റേഴ്സും കുട്ടികളും ഒക്കെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കിത് വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ആദ്യം ഇത്രയും ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ലോജിക്കിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഈ കഥകൾ. നോട്ട് ബിക്കോസ് ഇത് അത്ഭുത കഥകളായതുകൊണ്ടല്ല കേട്ടോ. കാര്യം അവരുടെ ചെയ്തികൾ നമ്മുടെ ലോജിക്കിനെതിരാണ്. അതുകൊണ്ട് മാത്രം നമ്മളാണെങ്കിൽ ആ സ്ഥാനത്ത് അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഭയക്കും, നമ്മൾ പുറകോട്ട് മാറും. പക്ഷെ അവരത് ചെയ്തു. അവരെന്താണ് ചെയ്തത് കേട്ടോ. ഇളയംകുടി മാരനാർ എന്ന് പറയുന്ന ഒരു സാധുവായിട്ടുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ഇളയംകുടി മാരനാർ എന്ന് പറയുന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു. കഠിനാധ്വാനിയായിരുന്നു എന്നല്ല പറയേണ്ടത്, അദ്ദേഹം ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു. രാവിലെ ശിവനുള്ള യജ്ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ശിവൻ്റെ പുരാണങ്ങൾ വായിക്കുമായിരുന്നു, ശിവൻ്റെ കഥകൾ വായിക്കുമായിരുന്നു, ശിവൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഭാര്യയുമായിട്ട് അത് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു തികഞ്ഞ ശിവഭക്തൻ. ഭാര്യയും അയാളും മാത്രമേ ഉള്ളൂ. അവർ താമസിക്കുകയാണ്. അദ്ദേഹം ഒരു കർഷകനാണ്. അപ്പം മഴയെ ആശ്രയിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതശൈലി കൊണ്ടും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ കൃഷി നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന് അതിൽ നിന്ന് നല്ല ഇൻകം കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ വരുന്ന ഇൻകം വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു കാര്യം തുടങ്ങി വെച്ചു. ദാനം, അന്നദാനം. ആ ഗ്രാമത്തിൽ ശിവഭക്തന്മാരെ ആരായാലും, തൻ്റെ വീട്ടിലേക്ക് വരുന്ന ശിവഭക്തന്മാരായാലും മറ്റാര് തന്നെ ആയാലും അവരെ ഊട്ടുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ധർമ്മമായിട്ട്, തൻ്റെ ജീവൽ ധർമ്മമായിട്ട് ഇദ്ദേഹം സ്വീകരിച്ചു. ഈ ശിവഭക്തന്മാർക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു വാവ് കാണും. അവർക്കൊരു പ്രതിജ്ഞയുണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഇതാണ്: തൻ്റെ ഭവനത്തിൽ വരുന്ന ശിവഭക്തന്മാർ ഒരിക്കലും വിശപ്പോടുകൂടി തിരിച്ചു പോവില്ല എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാവ്. ഏതായാലും ഇദ്ദേഹം നാൾക്ക് നാൾ പണക്കാരനായി, ധനികനായി വരുന്നത് കൊണ്ട് തൻ്റെ ആ ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പ്രതിജ്ഞ, ശപഥം അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, എപ്പോഴും അങ്ങനെയാണ്, നമ്മളെല്ലാം വളരെ സ്മൂത്താണ് എന്ന് വിചാരിക്കുമ്പോൾ, എല്ലാം വളരെ കംഫർട്ടബിളായിട്ട്, വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോഴാണ്
ഡിറൈൽമെൻറ്റ് വരുന്നത്. നമ്മളെ അതിൽ നിന്നും ആ ഒരു ഒരേ രീതിയിൽ പോകുന്ന ജീവിതത്തിൽ നിന്നും നമ്മളെ തട്ടിത്താഴെയിട്ടുകൊണ്ട് ഒരു അനുഭവം വരും. ഇവിടെ നമ്മുടെ ഇളയംകുടി മാരനാർ, അദ്ദേഹമാണ് കേളി കേട്ട ഒരു എന്താ പറയുക, ഒരു ശിവഭക്തനും കൂടിയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ശിവൻ അങ്ങനെയാണ്. സാധാരണ ഒരു ഭക്തനാണെങ്കിൽ ശിവൻ, എല്ലാവരും അങ്ങനെ തന്നെ. സാധാരണ ഒരു ഭക്തനെ എൻ്റർടൈൻ ചെയ്യും. അസാധാരണമായ ഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും ഹീസ് വെരി സീരിയസ് അബൌട്ട് വാട്ട് ഐ ആം ഡൂയിങ് എന്ന രീതിയിൽ വരുന്ന ഒരു ഭക്തനെ ശിവൻ എന്ത് ചെയ്യും? ശിവൻ അങ്ങ് എടുക്കും. അങ്ങനെ എടുക്കുന്നതിന് മുമ്പ് ഒരു കർമ്മം ബാക്കിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഗ്നിയുണ്ട്. ആ അഗ്നിയിൽ ഹരിച്ച് കളയും. ശിവൻ്റെ കയ്യിലൊരു തീയുണ്ട്. ആ തീക്കുണ്ടത്തിൽ മുക്കിങ്ങെടുക്കും. അതോടുകൂടി നമ്മുടെ സകല കർമ്മങ്ങളും പോകും. നമ്മൾ പ്യുവറായിത്തീരും, പരിശുദ്ധമായിത്തീരും. അപ്പോൾ അതുപോലൊരു പരീക്ഷണം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുവാണ് ഇളയംകുടി മാരനാർ. ഇവിടെ ആ നറേറ്റർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ബട്ട് വിത്ത് ഗ്രേറ്റ് ഡിവോഷൻ കെയിം ഗ്രേറ്റ് ടെസ്റ്റ്. ഗ്രേറ്റ് ഡിവോഷനോടൊപ്പം ഗ്രേറ്റ് ടെസ്റ്റും വരും, വലിയ പരീക്ഷണങ്ങൾ വരും. നോട്ട് ടു ബേൺ ബട്ട് ടു പ്യൂരിഫൈ. അതാണ് അദ്ദേഹം പറയുന്നത്. അത് എരിക്കാനല്ല വരുന്നത്, നിങ്ങളെ എരിച്ച് കളയാനല്ല, നിങ്ങളെ നശിപ്പിച്ച് കളയാനല്ല, നിങ്ങളെ തകർക്കാനല്ല. പ്രകൃതി അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം. പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യാറില്ല. പ്രപഞ്ചം നമ്മളോട് ഓർത്ത് വെച്ച് പ്രതികാരം ചെയ്യാറില്ല. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പൂർവ്വജന്മാർജിതമായ എന്തെങ്കിലും കർമ്മദോഷമുണ്ടെങ്കിൽ അത് തീർക്കാൻ മാത്രമേ അത് വരുള്ളൂ. അല്ലാതെ നമ്മളോട് പ്രതികാരം ചെയ്യാനല്ല വരുന്നത്. പ്രതികാരം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ പട്ടികയിൽ, പ്രപഞ്ചത്തിൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു വാക്കാണ്. പ്രതികാരം മനുഷ്യർക്കിടയിൽ മാത്രമേ ഉള്ളൂ. ഈ മൃഗങ്ങൾക്കിടയിൽ പോലും അതില്ല. ഓർത്ത് വെച്ച് പ്രതികാരം ചെയ്യുന്നത് മൃഗങ്ങൾക്കിടയിൽ പോലും ഇല്ല, പ്രപഞ്ചത്തിലും ഇല്ല. ആകെ മനുഷ്യന് മാത്രം അറിയാവുന്ന ഒരു വൈകൃതമാണ് പ്രതികാരം എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ മാരനാരുടെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം വന്നു. പെട്ടെന്നൊരു നാൾ മഴ ഇറഗുലറായി തീർന്നു. ഇദ്ദേഹത്തിൻ്റെ കൃഷി നശിച്ചു തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പത്തുകളും വാനിഷ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണോ സമ്പത്ത് വന്നത് അതുപോലെ തന്നെ സമ്പത്ത് തിരിച്ചിറങ്ങി. ഒരു തിര വന്ന് കയറി, തിര തിരിച്ചിറങ്ങിപ്പോയി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കലവറയിൽ നിന്ന് സമ്പത്തുകൾ ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറഞ്ഞു നിന്ന കലവറ ശൂന്യമായി കൊണ്ടിരുന്നു. അവിടെ ധനവും ധാന്യവും എല്ലാം കുന്നുകൂടിയിരുന്ന അദ്ദേഹത്തിൻ്റെ അറകൾ ശൂന്യമായി കൊണ്ടിരുന്നു. പക്ഷേ അവരെന്താണ് ചെയ്തത്? ഒരു പരാതിയും പറഞ്ഞില്ല. യാതൊരു വിധത്തിലും ഒരിക്കൽ പോലും അവർ മറ്റൊരാളോടും പറഞ്ഞില്ല. അവർക്കിടയിലും, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കിലും അങ്ങനെ ഒരു സംസാരം ഒരിക്കലും ഉണ്ടായില്ല. എന്താണ് സാധാരണ ഒരു ജീവിതം പരീക്ഷിക്കുമ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? വൈ മീ? അതല്ലെങ്കിൽ വൈ അസ്? എന്തുകൊണ്ട് എനിക്ക്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക്? ഈ ഒരു ചോദ്യമാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരിക. പക്ഷേ വിത്ത് ഡിവോഷൻ, അല്ലേ? ഡിവോഷൻ എന്ന് പറഞ്ഞാൽ, ഭക്തി എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. അത് നമ്മളെ മാറ്റി തീർക്കുന്ന മറ്റെന്തോ ഒരു ലോകത്തേക്ക് നമ്മളെ പിടിച്ചുയർത്തിക്കളയും. നമ്മളൊരിക്കലും ചോദിക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു 100 അസ്ത്രങ്ങൾ വന്ന് തറഞ്ഞു കയറിയാലും നമ്മൾ ചോദിക്കില്ല വൈ മീ, വൈ അസ് എന്ന് ചോദിക്കില്ല. അത് ആ രീതിയിൽ നമ്മളെ ഒരു ഉന്മത്തനാക്കി കളയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ ധീരന്മാരാക്കി കളയും. ഇവിടെ ഇളയംകുടി മാരനാർ ഒരിക്കലും അത് ചോദ്യം ചെയ്യുന്നില്ല. അത് വന്നപ്പോൾ സ്വീകരിച്ചു, പോയപ്പോൾ വിട്ടുകൊടുത്തു. ഈ രീതിയിലായിരുന്നു. ഭാര്യ അതിനൊത്ത പോലെ, ഈ മാരനാറുടെ അതേ മനസ്സറിഞ്ഞ ഒരു ഭാര്യയാണ്. അവർക്കും യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല. അതാണ്, അവരൊരിക്കലും ആ ചോദ്യം ചോദിച്ചില്ല. വൈ അസ് എന്നൊരു ചോദ്യം ചോദിച്ചില്ല. ശരിക്കും ഈ ടെസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത്. ഇവിടെ ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു കാര്യം ഇലാബറേറ്റ് ചെയ്യാൻ പോവാണ്, ഒരു കാര്യം വിശദീകരിക്കാൻ പോവാണ്. ഇത്തരം ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇപ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് അവരോടാണ് ഞാൻ പറയുന്നത്, ഇത്തരം ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ദുഃഖം മാത്രമാണ് നമ്മളെ അൺകവർ ചെയ്യുന്നത്. നമ്മളൊരു അൺഓപ്പൺഡ് ഗിഫ്റ്റാണ്.
നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ദ കംപ്ലീറ്റ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ കംപ്ലീറ്റ് അവെയർനെസ് ഇപ്പോൾ നമുക്കില്ല. നമ്മളെക്കുറിച്ച് നമ്മളുടെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് അറിയാവുള്ളൂ, ബാക്കിയെല്ലാം ഹിഡൺ ആണ്. അപ്പോൾ നമ്മുടെ അവെയർനെസ്സിനെ തുറക്കാൻ വേണ്ടി നമ്മളൊരു തുറക്കാത്ത സമ്മാനപ്പൊതിയാണ്. അപ്പോൾ ആ സമ്മാനപ്പൊതി, ഈശ്വരൻ തന്ന സമ്മാനപ്പൊതി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടണം. എൻ്റെ വ്യക്തിപര ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 20 വയസ്സുകളിലൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ സമ്മാനപ്പൊതി ഞാൻ തുറന്നു നോക്കുന്നത്. ആ സമ്മാനപ്പൊതിയാണ് സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ, അന്ന് തുറന്ന സമ്മാനപ്പൊതി പിന്നെ എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. ഓരോരോരോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ ഈ സമ്മാനപ്പൊതിയാണ് ഞാൻ തുറക്കുകയും അതിൽ നിന്നാണ് ഊർജം സംഭരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അവെയർനെസ്സിൽ ഹിഡൺ ആയിട്ടിരിക്കുന്ന സമ്മാനപ്പൊതികൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്, ഡിഫിക്കൽട്ടീസ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഒഴുകി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ലൈഫ്, നമ്മുടെ മുഴുവൻ ജീവിതവും നമ്മൾ തുറക്കാത്തൊരു സമ്മാനപ്പൊതിയായി പോകും. അൺഓപ്പൺഡ് ഗിഫ്റ്റ് ഒരു കവിതയുണ്ട്, അതുപോലെ ആയിപ്പോകും നമ്മൾ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ വിശദീകരിച്ച് തരാൻ പോവാണ്. നമുക്ക് നമ്മുടെ അവെയർനെസ്സിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ 4 നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ 4 നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിവൈഡ് ചെയ്താൽ അതിൽ ആദ്യം വരുന്നത് എന്താണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലെ. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എന്താണ്? ഓപ്പൺ ആയിട്ടുള്ള ഏരിയ നമുക്ക് നമ്മളെക്കുറിച്ച് ഉള്ള അറിവിന് പറയുന്ന പേരാണ് ഓപ്പൺ ഏരിയ. എനിക്ക് എൻ്റെ പേരറിയാം, എനിക്കെൻ്റെ ഇഷ്ടങ്ങളറിയാം, എനിക്കെൻ്റെ അനിഷ്ടങ്ങളറിയാം. ഇത്തരത്തിലുള്ള എന്നെക്കുറിച്ച് എനിക്കുള്ള മിനിമം അവെയർനെസ്സിന് പറയുന്ന പേരാണ് ഓപ്പൺ ഏരിയ. ഇത് എനിക്കും അറിയാം, എൻ്റെ കൂടെയുള്ളവർക്കും അറിയാം. എൻ്റെ പേരൻസിനറിയാം, എൻ്റെ ടീച്ചേഴ്സിനറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം, നാട്ടുകാർക്കും അറിയാം. ഇതാണ് ഓപ്പൺ ഏരിയ. അവർക്കും അറിയാം, എനിക്കും അറിയാം. ഇത് ഓക്കെ, ഇതൊരു നല്ല ഏരിയ ആണ്. നമ്മളൊരു തുറന്ന പുസ്തകം പോലെയാണ്. നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കും അഭിപ്രായം, അവർക്കും ഒരേ അഭിപ്രായം. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് എഫർട്ടൊന്നും ആവശ്യമില്ല. ഇത് വളരെ ഓപ്പൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് 3-1 മാത്രമേ ഉള്ളൂ. ബാക്കിയുണ്ടല്ലോ, ബാക്കി ഭൂരിഭാഗവും കവേർഡാണ്, ഹിഡൺ ആണ്. അതാണ് നമുക്ക് ശരിക്കും തുറന്നു കിട്ടേണ്ടത്. അപ്പോൾ 4 ഭാഗിച്ചാൽ അതിൽ 1 മാത്രമാണ് ഏത്? ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത്. ബാക്കി 3ഉം കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നിടത്താണ് എന്തുള്ളത്? നമ്മുടെ ജം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഏരിയയെ പറയുന്നത് ദ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ്. ദ ബ്ലൈൻഡ് സ്പോട്ട്, ദ ബ്ലൈൻഡ് ഏരിയ. എന്താണ് ബ്ലൈൻഡ് ഏരിയയുടെ പ്രത്യേകത? ബ്ലൈൻഡ് ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എന്നിലുണ്ടെന്ന് അറിയില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം അറിയാം ഞാനിങ്ങനെയാണ്, എനിക്ക് മാത്രം അറിയില്ല. അങ്ങനെ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടാണത്. ഇത് അത്ര വലിയൊരു സംഗതിയല്ല, പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതായത് എവിടെയൊക്കെയാണോ നമുക്കൊരു സോഷ്യൽ അനിമൽ എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെയൊക്കെയാണോ കറക്ഷൻ വേണ്ടത്, ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. അത് നമുക്ക് കറക്ഷൻ വേണ്ട ഏരിയകൾ മിക്കവാറും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ പെട്ടെന്ന് അവരോട് റിയാക്റ്റ് ചെയ്യും, നമുക്ക് ഒന്നിനും ക്ഷമയില്ല, നമ്മൾ ഒട്ടും ക്ഷമയില്ലാണ്ടാണ്, വളരെ ധൃതി പിടിക്കുകയാണ്. ഒരാവശ്യമില്ല, യാതൊരു ആവശ്യമില്ല, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ധൃതി കൂട്ടും, നമുക്ക് ക്ഷമയില്ല, നമുക്ക് ദേഷ്യം വരുന്നു. ഇങ്ങനെയുള്ള ചില ട്രെയ്റ്റുകളുണ്ട്. ഇത് നമുക്കറിയില്ല നമുക്കിങ്ങനെയുണ്ടെന്ന്, നമുക്ക് വളരെ സ്വാഭാവികമായിട്ടേ അത് തോന്നുള്ളൂ. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാം, ഓ അയാളുടെ മൂക്കത്താണ് ശുണ്ഠി എന്ന് പറയും, അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാണ്ട് അയാൾ ധൃതി കൂട്ടും, എന്തിനാണോ എന്തോ ഇത്ര ധൃതി. ഇങ്ങനെയൊക്കെ അവർ നമ്മളെക്കുറിച്ച് കമൻറ്റ് പറയും, നമ്മൾ കേൾക്ക പറയുകയോ ഇല്ല. അപ്പം നമ്മളിത് ഓപ്പൺ ടു ക്രിറ്റിസിസം ആണെങ്കിൽ നമുക്ക് ഈ ബ്ലൈൻഡ് ഏരിയ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ക്രിറ്റിസിസത്തോട് ക്ലോസ്ഡ് ആണെങ്കിൽ ആരും നമ്മൾ കേൾക്കുക ഇത് പറയില്ല, അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഏരിയയെ നമുക്ക്, ഈ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ ക്രിറ്റിസിസത്തെ ഇൻവൈറ്റ് ചെയ്യണം.
ക്രിട്ടിസിസം വരുമ്പോൾ അതിനെ ഹ്യൂമർ സെൻസോടുകൂടി നേരിടാൻ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മളോട് പറയും, ഇത് ബുദ്ധിമുട്ടാണ് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലൈൻഡ് ഏരിയ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കാര്യം എന്താ, നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്നവർക്ക് അവരോട് ചോദിച്ചാൽ മതി. നമ്മുടെ ഭാര്യയോടോ നമ്മുടെ ഭർത്താവിനോടോ നമ്മുടെ മക്കളോടോ നമ്മളുടെ സുഹൃത്തിനോടോ ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമ്മുടെ ബ്ലൈൻഡ് ഏരിയ എന്നാണ്. മൂന്നാമത് എന്താ ഉള്ളത്? ബ്ലൈൻഡ് ഏരിയ കഴിഞ്ഞാൽ വരുന്ന എന്താണ്? ബ്ലൈൻഡ് ഏരിയ കഴിഞ്ഞാൽ വരുന്നതാണ് ദ ഹിഡൻ ഏരിയ അല്ലെങ്കിൽ ദ മാസ്ക്. എന്താണ് ദ ഹിഡൻ ഏരിയ ഓർ ദ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മൂന്നാമത്തെ അടരാണ്. ദ തേർഡ് ചേംബറാണിത്. എന്താണ് ദ മാസ്ക്? അതായത് നമ്മൾ എന്താണോ ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് നമുക്കറിയാം. അയാളെ നമ്മൾ മാസ്ക് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു. അയാളെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കറിയാം, പക്ഷേ മറ്റൊരാൾ അത് അറിയരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉള്ളിലുള്ള അഗാധമായ ചില ഫിയറുകൾ, അഗാധമായ ചില ഇൻസെക്യൂരിറ്റി ഉള്ളവരെങ്ങനെയായിരിക്കും? പെട്ടെന്ന് അവർക്ക് അസൂയ വരും, പെട്ടെന്ന് തൻ്റെ കൂടെയുള്ളവരെ അടിച്ചിരുത്താൻ നോക്കും, തൻ്റെ കൂടെയുള്ളവർ തനിക്ക് മുമ്പിൽ പോലെ ആരെയും വിശ്വാസം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇൻസെക്യൂരിറ്റീസ്. ഈ ഇൻസെക്യൂരിറ്റീസ് നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയെ ഹൈഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾ അത് അറിയരുതെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പുറമേ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടും വിശാല ഹൃദയനായിട്ടും ഒക്കെ ബിഹേവ് ചെയ്യും. പക്ഷേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ അവിടെ വെച്ച് നമ്മുടെ മാസ്ക് ചിലപ്പോൾ ഒന്ന് ഇളകിപ്പോവും. നമ്മളത് മനോഹരമായി മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില ലീഡേഴ്സിലൊക്കെ ഇതുണ്ട്. നമ്മളുടെ പേര് കേട്ട പല ലീഡർമാരിലും ഈ ഇൻസെക്യൂരിറ്റീസ്, ഹിഡൻ ഏരിയ ഉണ്ട്, മാസ്ക് ഉണ്ട്. അവർ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേകതരം മുഖമായിരിക്കും. അധികാരം പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അധികാരം ഉള്ളപ്പോൾ അവരുടെ ബിഹേവിയറും ഒരു ദിവസം പെട്ടെന്ന് എല്ലാ അധികാരം പോയി കഴിയുമ്പോൾ ഉള്ള അവരുടെ ഹ്യൂമിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഇതിലേതാണ് റിയൽ? അധികാരം ഉള്ളപ്പോൾ കാണിച്ചതാണ് റിയൽ. അധികാരം പോകുമ്പോൾ ഉള്ളത് എന്താണ്? നിവൃത്തികേട്. ആ ഹ്യൂമിലിറ്റി നിവൃത്തികേടാണ്. അധികാരം ഉള്ളപ്പോൾ കാണിച്ച ധാർഷ്ട്യം റിയലാണ്. ഇതൊക്കെ മാസ്കാണ്, മാസ്ക് എടുത്ത് മാറ്റുകയാണ്. ഇത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അധികാരം പോകുമ്പോൾ ഇത് മാസ്കാണ്. അപ്പം ഇങ്ങനത്തെ പല ഡീപ്പായിട്ടുള്ള ഫിയേഴ്സും ഇൻസെക്യൂരിറ്റീസും ഒക്കെ അത് നമ്മുടെ ഹിഡൻ ഏരിയയാണ്. നമ്മൾ മറ്റുള്ളവർ അറിയാൻ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ 3 ഭാഗമായി. സത്യം പറഞ്ഞാൽ ഈ ഭാഗവും നമ്മൾ നല്ലൊരു ക്രിട്ടിക്ക് നമുക്കുണ്ടെങ്കിൽ, നല്ലൊരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ, നല്ലൊരു മെൻറ്റർ, നല്ലൊരു ഗുരു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല മെൻറ്റർക്കോ ഫ്രണ്ടിനോ ക്രിട്ടിക്കിനോ നമ്മളെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ 4ാമത്തെ ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഏരിയയാണ്, ഈ ദൈവത്തിൻ്റെ ഏരിയയാണിത്. നമ്മുടെ എല്ലാം വ്യക്തിത്വത്തിൽ ഈ ദൈവത്തിൻ്റെ ഏരിയ ഉണ്ട്, ഈശ്വരൻ്റെ ഏരിയ ഉണ്ട്. ഇത് സത്യം ഇതിനെക്കുറിച്ച് ഈശ്വരൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ദൈവത്തിനറിയാം എന്ന് നമ്മൾ പറയില്ലേ? ചില കാര്യങ്ങളെക്കുറിച്ച്, നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിനറിയാം അല്ലെങ്കിൽ ഈശ്വരനറിയാം എന്ന് നമ്മൾ പറയും. അതുപോലൊരു ഏരിയ നമ്മളിലുണ്ട്. അത് നമുക്കറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. നമുക്കൊട്ട് ഹൈഡ് ചെയ്ത് വെക്കാനും അറിയില്ല, നമുക്ക് എക്സ്പോസ് ചെയ്യാനും അറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ടോട്ടലി അൺഅവെയറാണ്. എപ്പോൾ വരെ നമ്മൾ കൃത്യമായി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ, ആ ഹിഡൻ ആയിട്ടിരിക്കുന്ന ആ ഏരിയയിൽ വന്നാൽ മാത്രം സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വരെ അത് ഹിഡൻ ആയിട്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഏരിയ. ആ ഏരിയയ്ക്ക് പറയുന്നത് എന്താണ്? ദ അൺനോൺ ഏരിയ. അൺനോൺ ഏരിയയാണ്. ആർക്കും അറിയില്ല. എനിക്കറിയില്ല, എൻ്റെ അധ്യാപകർക്കറിയില്ല, എൻ്റെ മാതാപിതാക്കൾക്കറിയില്ല, എൻ്റെ സുഹൃത്തുക്കൾക്കറിയില്ല, എൻ്റെ ക്രിട്ടിക്കുകൾക്കറിയില്ല, ആർക്കും അറിയില്ല. എനിക്കിങ്ങനെ ഈ ഏരിയയിൽ ഇരിക്കുന്നത് മിക്കവാറും
ആരായിരിക്കും? നമ്മുടെ റിയൽ സെൽഫായിരിക്കും അവിടെ ഒളിച്ചിരിക്കുന്നത്. അവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഫ്യൂച്ചർ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ സാധ്യത. നമ്മളൊരു വിത്താണെങ്കിൽ അതിൻ്റെ മരമാണ്, അല്ലെങ്കിൽ ഒരു പിടി വിത്തുകളാണെങ്കിൽ നമ്മുടെ വസന്തമാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്, അല്ലേ? ഒരു വിത്തിൽ നിന്നല്ലേ വസന്തം വരുന്നത്. അതുപോലെ നമ്മൾ ഒരു പിടി വിത്താണെങ്കിൽ നമ്മുടെ ഭാവിയിലെ വസന്തകാലമാണ് ആ അൺനോൺ ഏരിയയിൽ ഒളിച്ചിരിക്കുന്നത്. ആ അൺനോൺ ഏരിയ അൺകവർ ചെയ്യാൻ ഒരിക്കലും ഒരു സുഹൃത്തിന് പറ്റില്ല, ഒരു മെൻറ്റർക്ക് പറ്റില്ല, അധ്യാപകർക്ക് പറ്റില്ല, മാതാപിതാക്കൾക്ക് പറ്റില്ല. ഇവരെല്ലാം നിസ്സഹായരാണ്. ഇവർക്കത് കണ്ടെത്തിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാര്യം അത് ഏറ്റവും അടിയിലുള്ളതാണത്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഏരിയ ആണത്. നമ്മളിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും അറിയാൻ പറ്റില്ല. അവരാണല്ലോ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. അവർക്കാണ് ഇതിൽ ഏറ്റവും ബ്ലൈൻഡ്നെസ് ഉള്ളത്. ഒരിക്കലും അവർ കുട്ടിയുടെ ആ ഏരിയ അവർക്ക് അൺകവർ ചെയ്യാൻ പറ്റില്ല. അവർ ആ കുട്ടിയെ ഒരിക്കലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ബൈബിളിലൊരു വചനമുണ്ട്. ഒരു പ്രവാചകനെയും അവൻ്റെ സ്വന്തം നാട്ടിൽ അംഗീകരിക്കില്ല. കാര്യം എന്താ? കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ കാണുന്നതുകൊണ്ട് നമ്മൾ അവർക്കൊരു അതിർത്തി നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ട്രാൻസെൻഡ് ചെയ്ത് അയാൾ പോകും, പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആ അൺനോൺ ഏരിയ, അങ്ങനൊരു അൺനോൺ ഏരിയ ഉണ്ട്. ആ അൺനോൺ ഏരിയയിലാണ് നമ്മുടെ എല്ലാ സാധ്യതകളും ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവീകമായിട്ടുള്ള എല്ലാ സമ്പത്തുകളും, ദൈവീകമായിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്ങുകളും ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിനെ അൺകവർ ചെയ്യണമെങ്കിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. 2 സന്ദർഭങ്ങളിലേ അത് പുറത്തു വരും. അതിലെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു സന്ദർഭമുണ്ട്. എന്താണ്? ഒരു റിയൽ ഗുരു നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ഒരു റിയൽ ഗുരു വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടേ സംഭവിക്കുള്ളൂ. വളരെ ആദർശപരമായിട്ടേ നമുക്കതിനെ കാണാൻ പറ്റൂ. കാര്യം ഒന്നാമത് അങ്ങനെയുള്ള ഗുരുക്കന്മാരൊന്നും ഇപ്പം നമുക്കങ്ങനെ അപ്രോച്ചബിൾ അല്ല, വിസിബിൾ അല്ല. അങ്ങനെ ഒരു ഗുരു നമ്മളിൽ വന്നാൽ ആ ഗുരുവിൻ്റെ മുഴുവൻ പരിശ്രമവും ഈ അൺനോൺ ഏരിയയെ എക്സ്പോസ് ചെയ്യുക, അതിനെ തുറന്നു വിടുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഗുരു ഭയങ്കര ഒരു സർജനെ പോലെ ആയിരിക്കും പെരുമാറുക. നമ്മളുടെ വേദനയൊന്നും അവർക്കൊരു വിഷയമല്ല. നമ്മുടെ ഹീലിംഗ് ആണ് അവർക്ക് വേണ്ടത്. നമ്മുടെ ക്യൂർ അല്ലേ, കൺസലേഷനൊന്നുമില്ല അവർക്ക്. പിന്നെയോ ക്യൂറിങ്, നമ്മളുടെ രോഗശമനമാണ് ഗുരു. അങ്ങനെ ഒരു ഗുരു ബുദ്ധിമുട്ടാണ്. പല ഗുരുക്കന്മാർക്കും ഈ ഏരിയ അൺകവർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ എന്താണ് ഒരു സാധ്യത? ഒരു ഗുരുവും വന്നില്ലെങ്കിലും അത് അൺകവർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ടെസ്റ്റ്. ജീവിതത്തിൻ്റെ ചട്ടിയിൽ കിടന്ന് വേകുമ്പോൾ, ജീവിതം ടെസ്റ്റ് ചെയ്യുമ്പോൾ, ജീവിതത്തിൻ്റെ ചാട്ടവാറ് നമ്മുടെ ദേഹത്ത് വന്ന് തറയ്ക്കുമ്പോൾ, ജീവിതം ചാട്ട ചുഴറ്റുക മാത്രമല്ല ചെയ്യുന്നത്, ആ ചാട്ടവാറ് നമ്മുടെ മുതുകത്ത് വന്ന് അടിച്ച് കൊള്ളുമ്പോൾ, അതിങ്ങനെ ദേഹത്ത് ചുറ്റിപ്പിണഞ്ഞ് വലിച്ചെടുക്കുമ്പോൾ, അത് തൊലിയോടുകൂടി ഇളകിപ്പോകുമ്പോൾ, നമ്മുടെ പുറത്ത് അതൊരു പാട് പോലെ, ഒരു ചുമന്ന പാട് വീഴ്ത്തിക്കൊണ്ട് അത് നമ്മളിൽ നിന്ന് പറഞ്ഞു പോകുമ്പോൾ, നമ്മൾ നിലവിളിച്ചുകൊണ്ട് തിരിച്ചറിയും നമ്മുടെ ഉള്ളിലൊരു സാധ്യതയുണ്ട്. വേദനിച്ച് 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 മാത്രം നമുക്ക് അൺകവർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ദ അൺനോൺ സെൽഫ് എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പിടിവള്ളി കിട്ടി, മുങ്ങിച്ചാകാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി എന്ന് വിശ്വസിക്കാം. അതിൽ മുറുകെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ ഒരു വെല്ലുവിളിയെ മറികടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഏതൊരു ഡിഫിക്കൽറ്റിയെ മറികടക്കാൻ നമ്മുടെ അൺനോൺ ഏരിയയെ തുറക്കുക, അതിൽ വരുന്ന ആ പിടിവള്ളിയിൽ മുറുകെ പിടിച്ചുകൊള്ളുക. അത് മാത്രമേ സാധിക്കൂ. ദ ട്രൂ മീ, ദ ട്രൂ സെൽഫ്, അതിലേക്ക് പോവുക. ആ രീതിയിൽ അതിനെ നേരിടുക, ആ വെല്ലുവിളികളെ നേരിടുക. ഓൾഡ് മീ കൊണ്ട്, പഴയ എന്നെക്കൊണ്ട് എനിക്ക് ഒരിക്കലും അതിനെ നേരിടാൻ പറ്റില്ല. ഞാൻ തകർന്ന് തരിപ്പണമായി പോകും. പഴയ എന്നെക്കൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ പറ്റില്ല. പുതിയ വെല്ലുവിളികളെ നേരിടാൻ പുതിയ ഞാൻ തന്നെ വേണ്ടി വരും. എന്നെ തന്നെ ഉടച്ചു വാർക്കേണ്ടി വരും. അതിനെനിക്ക് എൻ്റെ അൺനോൺ ഏരിയയെ തുറക്കണം. അതാണ് റൂമി പറയുന്നത്, മുറിവുകളിലൂടെയാണ് പ്രകാശം വരുന്നത്.
ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് എവിടെ വഴിയാണ്? മുറിവുകളിലൂടെയാണ്. ഇതൊരു സീക്രട്ടാണ്. നമുക്കിഷ്ടമല്ലാത്ത ഒന്ന് നമുക്ക് ഹിതമായി തീരുന്നു. അതാണ് ഇഷ്ടവും ഹിതവും, 2 വാക്കുകളുണ്ട്. നിങ്ങൾ ലക്ഷ്മിയുടെ ഒരു വീഡിയോയിൽ അത് ലക്ഷ്മി നന്നായിട്ട് പറയുന്നുണ്ട്. ഇഷ്ടവും ഹിതവുമുണ്ട്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണത്വത്തിനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് മധുരം കഴിക്കുന്നത് മുതലേ കുറേ ഇഷ്ടങ്ങളുണ്ടല്ലോ. കംഫർട്ടബിളായിട്ട് ജീവിച്ചു പോകണം, സിനിമയും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രയൊക്കെ പോയി സുഖമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ അതെൻ്റെ ഹിതമാണോ? ഇല്ല. അങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ ഞാൻ എന്തായിത്തീരാൻ ജനിച്ചോ അതൊരിക്കലും ആയിത്തീരില്ല. അപ്പം പ്രകൃതി എന്ത് ചെയ്യും? എൻ്റെ ഹിതത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിനെതിരായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊക്കെ തിയററ്റിക്കലി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പിന്നെ ആരുടെ പേരാണോ വിളിക്കുന്നത്, ഇതിവിടെ തിയറി എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കളത്തിലിറങ്ങി കളിക്കാൻ വേണ്ടി വിളിക്കാത്തിടത്തോളം കാലം നമുക്ക് സേഫായിട്ടിരുന്നത് പറയാം. പക്ഷെ നമ്മുടെ പേര് വിളിച്ചിട്ട് ബാ ഇനി കളത്തിലിറങ്ങി കളിക്ക്, കുറേ നാൾ പറഞ്ഞില്ലേ, ഇനി ഇറങ്ങി കളിക്കാൻ പറയുമ്പോഴാണ് അപ്പോൾ പിന്നെ കളിച്ചോണം. കളിക്കാൻ പറഞ്ഞാൽ കളിച്ചോണം. വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ കളിച്ചോണം. വേറൊരു വിസിൽ മുഴങ്ങും, അപ്പം കളി നിർത്താം. അല്ലാണ്ട് ഇത് എക്കാലമൊന്നും വേണ്ട. അപ്പം അന്നേരം കളിക്കാനുള്ളതാണ് ഈ കളി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് ഈ നമ്മുടെ വ്യക്തിത്വത്തിലെ ഈ 4th ആൻഡ് ഫൈനൽ സ്റ്റേജ് ഉണ്ട്, ദ അൺനോൺ ഏരിയ. അവിടെ നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ സാധ്യത ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും, അവിടെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ങുകളും ഇരിക്കുന്നത് അവിടെയാണ്. ഇത് അൺകവർ ചെയ്യാൻ 2 സാധ്യതകളേ ഉള്ളൂ. ഒന്നൊരു ഗുരുവിന് അത് അൺകവർ ചെയ്യാൻ പറ്റും അധികം വേദനിപ്പിക്കാതെ. 2 ജീവിതത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങൾക്ക് അൺകവർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഭൂരിപക്ഷം മനുഷ്യർക്കും ഈ തീക്ഷ്ണാനുഭവങ്ങളിലൂടെ മാത്രമേ അത് തുറന്നു കിട്ടൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇളയകുടി മാരനാറുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി മുഴുവൻ നശിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളുടെ വരവ് മുഴുവൻ നിലച്ചു. അദ്ദേഹത്തിൻ്റെ ട്രഷറി ഖജനാവ് കാലിയായി. എങ്കിലും കിട്ടിയത് കൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു. ബിക്കോസ് അതെൻ്റെ വൗവാണ്, എൻ്റെ ഒരു പ്രതിജ്ഞയാണ്, ശപഥമാണ്. അങ്ങനെ ഒരു രാത്രി വന്നു, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെസ്റ്റ്. ഇളയംകുടി മാരനാറുടെ അവസാനത്തെ ടെസ്റ്റും വന്നു. ആരാ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആരെയാണോ 2 കൈയും കൊണ്ട് മുറുകെ പിടിച്ചേക്കണത് അയാളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവർ ശിവഭക്തന്മാരാണ്, ശിവനാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവൻ അവസാനത്തെ ടെസ്റ്റും കൊണ്ടുവരിക. മറ്റൊന്നിനുമല്ല. എന്തിനാണ്? നോട്ട് ടു ബേൺ, പിന്നെയോ ബട്ട് ടു പ്യൂരിഫൈ. ഇത് മറക്കരുത്, ഇത് എഴുതി വെക്കണം നിങ്ങൾ. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നോട്ട് ടു ബേൺ ബട്ട് ടു പ്യൂരിഫൈ. പരിശുദ്ധമാക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. എൻ്റെ സ്നേഹം അഗ്നിയാണ്, എത്ര നാൾ നീ അതിൽ എരിയും? ദൈവം ചോദിച്ചു. ഭക്തൻ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ പരിശുദ്ധമായി തീരും വരെ പ്രഭു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏതായാലും ആ രാത്രി വന്നു, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെസ്റ്റ്. പതിവ് പോലെ കൃഷിസ്ഥലത്ത് നിന്ന് അയാൾ തിരിച്ചെത്തി. അന്നവിടെ വലിയ മഴ പെയ്തു, വലിയ മഴ. അദ്ദേഹം ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യും എന്തെങ്കിലുമൊക്കെ വിള ഉണ്ടാക്കാൻ വേണ്ടി. പഴയ പോലെ ഒന്നും വിള കിട്ടുന്നില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. തിരിച്ചെത്തി. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ല, ഈ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യ തിളപ്പിച്ച 1 ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു. മാരനാർ പുഞ്ചിരിയോടുകൂടി ശിവന് സമർപ്പിച്ചുകൊണ്ട്, അല്ലേ, എല്ലാം അങ്ങനെയാണ്, തൻ്റെ പ്രണയഭാജനത്തിന് കൊടുത്തിട്ടേ കഴിക്കൂ. ശിവനെ സ്മരിച്ചുകൊണ്ട്, ശിവന് സമർപ്പിച്ചുകൊണ്ട് ആ ചൂടുള്ള വെള്ളം കുടിച്ചു. എന്നിട്ട് കിടന്നുറങ്ങാൻ പോവുക. ചൂട് വെള്ളം കുടിച്ച് ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങാൻ പോവുക. അപ്പോൾ കേൾക്കാം, വാതിലിൽ ആരോ മുട്ടുന്നു. കതക് തുറക്കണേ, ഈ വലിയ മഴയത്ത് ഞാനിവിടെ പുറത്തു നിന്ന് കഷ്ടപ്പെടുവാണ്, കതക് തുറക്കണേ എന്ന് പറഞ്ഞ് ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നു. മാരനാർ വേഗം പോയി കതക് തുറന്നപ്പോൾ ആകെ നനഞ്ഞു കുളിച്ച ഒരു ഭക്തനാണത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ശിവഭക്തനാണ്. വന്ന ആൾ പറയാണ്, ഞാൻ ഈ ഗ്രാമത്തിൽ പുതിയതായിട്ട് വന്നതാണ്, രാത്രിയായി, എവിടെയും തങ്ങാൻ സ്ഥലമില്ല, ഞാനൊന്നും കഴിച്ചിട്ടുമില്ല.
അപ്പം എല്ലാവരും പറഞ്ഞു ഇവിടെ വന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാന്ന് പറഞ്ഞു. മാരനാറും ഭാര്യയും പരസ്പരം നോക്കി. അവർക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല അവിടെ. അപ്പോഴാണ് ഒരു അതിഥിയും കൂടെ രാത്രിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, വരൂ, എന്തായാലും അകത്ത് വരൂ, പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് അകത്ത് വരൂ. അദ്ദേഹം അകത്ത് വന്നു. ഇവർ അദ്ദേഹത്തിന് ഉണങ്ങിയ വസ്ത്രം കൊടുത്തു. ആദ്യം അദ്ദേഹം ഈ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങ് വിശ്രമിക്കൂ, ഞങ്ങൾ അപ്പോഴേക്കും ഭക്ഷണം തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഈ വീട്ടിലൊന്നുമില്ല, നമ്മൾ എന്താ കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പം ഭാര്യ പറഞ്ഞു, നമ്മുടെ അവസാനത്തെ ഒരു പിടി വിത്തിരിപ്പുണ്ട്. എന്നാലോചിച്ച് നോക്കും, ഒരു കർഷകൻ്റെ അവസാനത്തെ ആശ്രയം എന്ന് പറഞ്ഞാൽ വിത്താണ്. വിത്തെടുത്ത് കുത്തരുത് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്, അല്ലേ? വിത്തെടുത്ത് കുത്തരുത് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഭാര്യ പറഞ്ഞു, നോക്കൂ, നമ്മളുടെ അവസാനത്തെ വിത്തുണ്ട്, ഒരു പിടി വിത്തുണ്ട്, അത് നമ്മൾ വിതയ്ക്കാൻ വെച്ചിരിക്കുകയാണ്, ആ വിത്തെടുക്കൂ എന്ന് പറഞ്ഞു. മാരനാർ ഒന്നും ആലോചിച്ചില്ല, വിത്തെടുത്തു. ആ വിത്തെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ചു, വേവിക്കാൻ വെച്ചു. അപ്പം ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, നമ്മൾ ഈ വിത്ത് മാത്രം വേവിച്ചു കൊടുത്താൽ പോരല്ലോ, അതിനെന്തെങ്കിലും കറിയും കൂടെ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മുടെ പാടത്തുനിന്ന് പോയി നോക്കിയിട്ട് പോയി, രാത്രിയിൽ പാടത്ത് പോയി നോക്കിയിട്ട് വരും, അവിടെ എന്തെങ്കിലുമൊക്കെ കാണും, കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വലിയ മഴയത്ത് മാരനാർ പാടത്ത് പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? പാടത്തിൻ്റെ വരമ്പത്ത് കുറച്ച് ചീര കിളിച്ച് നിൽപ്പുണ്ട്. വരമ്പത്ത് കുറച്ച് ചീരയുണ്ട്. അദ്ദേഹം അത് പറിച്ചെടുത്ത് മഴയത്ത് ഓടി ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ചീര കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ചീര കറിയും വെക്കാം, വിത്ത് വേവിച്ച് നമുക്ക് ഊണും കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് അടുത്ത ബുദ്ധിമുട്ട്. എന്താണ്? അവിടെ ഫയർവുഡൊന്നുമില്ല, വിറകൊന്നുമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ, എനിക്ക് അടുക്കളയിൽ കത്തിക്കാൻ വിറകൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. മാരനാർ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു വിദ്യ തോന്നുന്നു, നമുക്ക് നമ്മുടെ വീടിൻ്റെ കഴുക്കോൽ ഊരിയെടുക്കാം. കഴുക്കോൽ ഊരിയെടുത്തിട്ട് ഉണങ്ങിയതാണ്, അത് നമുക്ക് വിറകാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീടിൻ്റെ മുകളിൽ കയറിയിട്ട് 1-2 കഴുക്കോലുകൾ ഊരിയെടുത്തു. വീട് ഇടിഞ്ഞൊന്നും വീഴില്ല, പക്ഷേ അത് ബലക്ഷയം ഉണ്ടാകും. അതൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല. 2 കഴുക്കോലുകൾ ഊരിയെടുത്ത് മുറിച്ച് അത് വിറകാക്കി. അവർ ചോറും വെച്ചു, ചീരക്കറിയും വെച്ചു. നല്ല ആവി പറക്കണ ചോറും ചീരക്കറിയും. ആ പുറത്താണെങ്കിൽ നല്ല മഴയും. അവരതൊക്കെ വെച്ച് ഇല വിരിച്ച് നല്ല ചൂട് ചോറ് വിളമ്പി, ചീരക്കറിയും വിളമ്പി, കുടിക്കാൻ വെള്ളവും വെച്ച്, പിന്നെ കുറച്ച് ഉപ്പും ഒരു മുളകും ഒക്കെ വെച്ചിട്ട് മാരനാർ അതിഥിയെ വിളിക്കാൻ വേണ്ടി മുറിയിൽ ചെന്നു. മുറിയിൽ ചെന്നപ്പോൾ അതിഥിയെ കാണുന്നുണ്ടോ? അതിഥിയെ കാണുന്നില്ല. അപ്പോൾ ഇവർ വിളിച്ച് അവിടെയൊക്കെ നടന്നു. ശിവനാടിയാരെന്ന് വെച്ചാൽ ശിവഭക്തൻ എന്നാണ്. ശിവനാടിയാരെ അങ്ങ് എവിടെയാണെന്നൊക്കെ വിളിച്ച് വീടിന് ചുറ്റും നടക്കുക. വീടിന് ചുറ്റും നടക്കുമ്പോൾ ഒരു മറുപടിയില്ല. പുറത്ത് തകർത്ത് പെയ്യുന്ന മഴ മാത്രം, വേറെ ഒന്നും കേൾക്കാൻ വയ്യ. തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യ മാത്രം ഇങ്ങനെ, ഇനി എന്ത് ചെയ്യണ്ടു? വീടിൻ്റെ ഉത്തരവും കഴുക്കോലും ഒക്കെ ഊരി കത്തിച്ച്, കയ്യിലിരുന്ന ഒരു പിടി വിത്തെടുത്ത് ചോറും വെച്ച്, ഇല്ലാത്ത ചീര എടുത്ത് കറിയും വെച്ച്, നമ്മൾ ഇത്രയും ഒരുക്കി ഭഗവാനെ സമർപ്പിച്ച് അതിഥിയെ വിളിക്കാൻ ചെന്നപ്പോൾ അതിഥിയുടെ പൊടി പോലും ആ രാത്രി കാണുന്നില്ല. അദ്ദേഹം എവിടെ പോയി എന്ന് പോലും അറിയാൻ വയ്യ. അവരങ്ങനെ നിൽക്കുമ്പം കേൾക്കാം ഒരു ശബ്ദം, മാരനാരേ, ഞാനാണ്, ഭഗവാനാണ്, നീലകണ്ഠനാണ്. ഇനി അങ്ങയുടെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ് അങ്ങയുടെ അതിഥിയായിട്ടെത്തിയത്. ഒരു ശബ്ദം, ഞാനാണ് അങ്ങയുടെ അതിഥിയായിട്ട് ഇന്ന് രാത്രിയിലെത്തിയത്. ഇതെൻ്റെ അങ്ങയുടെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ തോറ്റുപോയിരുന്നെങ്കിൽ അങ്ങേക്ക് ഇനിയും ഒരുപാട് ജീവിതാനുഭവങ്ങൾ ബാക്കി നിന്നേനെ. പക്ഷേ ഈ ഒരു പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചു. ഇനി അങ്ങക്ക് ഒരു കാലത്തും ധനത്തിന്, സമ്പത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം എൻ്റെ കൈലാസത്തിൽ അങ്ങും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം നിലച്ചു. മാരനാർ അതിനെ വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി തന്നെ അതിനെ റിസീവ് ചെയ്തു. പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ വിളകൾ നന്നായിട്ട് വിളകൾ ഉണ്ടായി തുടങ്ങി. പോയതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു വന്നു. ധനം വന്നു, സമ്പത്ത് വന്നു, ധാന്യം വന്നു, എല്ലാം വന്നു. മരണം വരെ അദ്ദേഹം ശിവഭക്തന്മാരെ ഊട്ടിക്കൊണ്ടേയിരുന്നു. അന്നദാനം അദ്ദേഹത്തിൻ്റെ മഹാവ്രതമായിരുന്നു. ശിവഭക്തന്മാരുടെ എല്ലാ ഒരു മഹാവ്രതമാണ് അന്നദാനം.
ശിവഭക്തന്മാരുടെ എന്നല്ല, ഭാരതത്തിൻ്റെ ഒരു എല്ലാ ഭക്തന്മാർക്കും ഈ അന്നദാനം അവരുടെ ഒരു പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ്. വിശന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എല്ലാ ഗൃഹസ്ഥന്മാരുടെയും ഒരു ധർമ്മമാണ്. പഞ്ചമഹായജ്ഞങ്ങളിലൊന്നാണത്. മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന പൂജ, യജ്ഞം. അപ്പോൾ ഇതാണ് ഇളയകുടി മാരനാരുടെ കഥ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലോജിക്കുകൾക്ക് അപ്പുറത്താണ് ഇവർ നിൽക്കുന്നത്. നമ്മളില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും അല്ലേ. നമുക്ക് പോലും ഇവിടെ ഒന്നുമില്ല എൻ്റെ പൊന്നു ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വിടും. പക്ഷെ അങ്ങനെയല്ല. അവർ നമുക്കറിയാത്ത, നമുക്ക് അപരിചിതമായ ലോജിക്കിൻ്റെ മറ്റൊരു തലത്തിലാണ് നിൽക്കുന്നത്. അവർ ഒരു തികച്ചും നമുക്ക് അപരിചിതമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വീടിൻ്റെ ഉത്തരവും കഴുക്കോലും ഒന്നും അവർക്ക്, നമ്മുടെ പ്രായോഗികതയൊന്നും അവർക്ക് വിഷയമല്ല. അവർ ചിലപ്പോൾ മുങ്ങിപ്പോയിരിക്കും. പക്ഷേ അങ്ങനെ മുങ്ങുമ്പോഴും അവർക്ക് അവരുടെ ശബദമുണ്ട്. അവർക്ക് മുറുകെ പിടിക്കാൻ അവരുടെ ഡിവോഷൻ, അവരുടെ ഭക്തിയുണ്ട്. എല്ലാത്തിനും മുകളിൽ ഭക്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. എന്തും മനുഷ്യന് പിന്നെ എന്തും സാധിക്കുമെന്നുള്ളതാണ്. ഏതൊരു വെല്ലുവിളിയും അവർ നേരിടും എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രൂ വെൽത്ത് ഈസ് ദ ഹാർട്ട് ദാറ്റ് കീപ്സ് ഗിവിങ് ഈവൻ ഫ്രം എംപ്റ്റീനെസ്. നിശൂന്യതയിൽ നിന്നും, മഹാശൂന്യതയിൽ നിന്ന് പോലും കൊടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അത്തരമൊരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളതാണ് ശരിയായ സമ്പത്ത് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ആൻഡ് ദ സോൾ ദാറ്റ് സ്റ്റാൻഡ്സ് ഫേം ഇൻ ഡാർക്ക്നെസ്. ജീവിതത്തിൻ്റെ മഹാന്ധകാരം നമ്മളെ വന്ന് പൊതിയുമ്പോൾ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു ആത്മാവും എന്തും കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയവുമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇളയംകുടി മാരനാരുടെ കഥ. 63 സെയിൻറ്റുകളുണ്ട് തമിഴ് സാഹിത്യത്തിൽ, അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തിൽ. അതിലൊരാളാണ് ഇളയംകുടി മാരനാർ. മഹാശിവഭക്തന. ശിവൻ്റെ അബോർഡിലേക്ക്, ശിവസവിധത്തിലേക്ക് ഉയർന്ന 63 മഹാമനുഷ്യരുണ്ട്. അതിലൊന്നാണ് ഇളയംകുടി മാരനാർ. ഈ കഥയാണ് ഞാൻ പറയാം. കാര്യം ഈ കഥയൊക്കെ മാത്രമേ നമുക്ക് അല്പമെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി വരുന്ന കഥ സ്ട്രെയിഞ്ചാണ്, ടോട്ടലി സ്ട്രെയിഞ്ചാണ്. പക്ഷെ ഈ കഥ നമുക്ക് ഏറെക്കുറെ റിലേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യം എടുത്തത്. ഇനി നമുക്കൊരു 2 കഥയും കൂടെ കേൾക്കാം. അത് ഞാനങ്ങ് ഓടിച്ചു പറയാം. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഒരു മെർച്ചൻറ്റിൻ്റെയാണ്, ഒരു വ്യാപാരി. കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ ജീവിച്ചിരുന്ന ഇയർപ്പഗൈ നയനാർ എന്ന് പറയുന്ന ഒരാൾ. ഇയർപ്പഗൈ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഗതിക്ക് എതിരായി പോകുന്നവൻ എന്നാണ് ഇയർപ്പഗൈ നയനാർ എന്ന് പറഞ്ഞ അർത്ഥം. മറ്റുള്ളവർ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്തത് ചെയ്യാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളെന്നാണ് ഇയർപ്പഗൈ എന്ന വാക്കിന് അർത്ഥം. ഇദ്ദേഹവും ഭാര്യയും അവരുടെ കുടുംബവുമായിട്ട് കാവേരി പൂമ്പട്ടണത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹവും ഈ പറഞ്ഞതുപോലെ വളരെ ഉദാരമതിയായിട്ടുള്ള ഒരു ധനികനാണ്. അത്യാവശ്യം നല്ല ധനമുണ്ട്, വളരെ ഉദാരമതിയാണ്, ചോദിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ്. പ്രത്യേകിച്ചും ശിവഭക്തന്മാർക്ക്. അവിടെ അതിശക്തമായ ഒരു ശൈവ സംസ്കാരമുണ്ട്. അങ്ങനെ ഇരിക്കെ വിത്ത് ഗ്രേറ്റ് ഡിവോഷൻ കംസ് ഗ്രേറ്റ് ടെസ്റ്റ് അല്ലേ. മഹാഭക്തന്മാരെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ അവരെ ഒന്ന് പ്യുവറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാക്ഷാൽ കൈലാസനാഥൻ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവരെ പരീക്ഷിക്കുന്നതാണ് കഥ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? കുറച്ച് കടുത്ത പരീക്ഷണമായിരുന്നു, പ്രതീക്ഷിക്കാത്തൊരു പരീക്ഷണമായിരുന്നു. ഇവർ ഒരു ദിവസം ഒരു സന്യാസി ഇയർപ്പഗയുടെ വീട്ടിലെത്തിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇയർപ്പഗ വന്ന് അദ്ദേഹത്തിന് പാദപൂജ ചെയ്ത് ഇരുന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാനത് തീർക്കാം. അപ്പോഴും ഈ ഭക്തനൊന്നും മിണ്ടുന്നില്ല. അങ്ങേക്ക് എന്താണ് ആവശ്യം ചോദിക്കൂ, ഞാൻ നൽകാം. ഈ കാവേരി പൂമ്പട്ടണത്തിൽ ഏറ്റവും ധനികന്മാരിൽ ഒരാളാണ് ഞാൻ. അങ്ങ് ചോദിക്കുന്നത് എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാനത് നൽകിയിരിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഉറപ്പാണോ? ഞാൻ ചോദിക്കുന്നത് അങ്ങയുടെ കയ്യിലുള്ളതാണെങ്കിൽ അങ്ങ് എനിക്ക് തരുമെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമോ? ഞാൻ ശിവൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ളത് എന്തും അങ്ങ് ചോദിച്ചാൽ
ഞാൻ ആ ക്ഷണം നൽകിയിരിക്കും എന്ന് ശിവൻ്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിരുന്ന ആളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അയാൾ ചോദിച്ചു, എന്താ ചോദിച്ചത്? യുവർ വൈഫ്, നിങ്ങളുടെ സുന്ദരിയായ ഭാര്യ എനിക്ക് വേണം. ടൈം സ്റ്റോപ്ഡ് അല്ലേ? ഒരു നിമിഷം ഇയർപ്പകൈ സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഹൃദയം പോലും ഒരു നിമിഷം നിലച്ചുപോയി. കാര്യം അത്രയ്ക്കും സ്നേഹമാണ് ഭാര്യയോട്, അത്രയ്ക്കും ഒരു പതിവ്രതയായ ഭാര്യയാണ് അവിടെയുള്ളത്. അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് തൻ്റെ ഭാര്യയെ കൊടുക്കുമെന്ന്. ഇയർപ്പകൈ ഒരു നിമിഷം മാത്രമേ പതറിയുള്ളൂ. ഇയർപ്പകൈ തിരിഞ്ഞ് ഭാര്യയെ നോക്കി. ഭാര്യ ഇയാളേക്കാൾ ശിവഭക്തയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ലോജിക്കിൻ്റെ ഒക്കെ അപ്പുറത്താണ്. അപ്പം തൻ്റെ ഭർത്താവ് കൊടുക്കുന്ന വാക്ക് തെറ്റിക്കരുതെന്ന് ഭാര്യയ്ക്ക് നിർബന്ധ ബുദ്ധിയുള്ള ഭാര്യയാണ്. ഭാര്യ സമ്മതം കൊടുത്തു. ഭാര്യ സമ്മതം കൊടുത്തതോടുകൂടി ഇയർപ്പകൈ പറഞ്ഞു, എൻ്റെ ഭാര്യ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും വന്നയാൾ മിണ്ടാതിരിക്കുകയാണ്, സന്തോഷമൊന്നും വരുന്നില്ല. അപ്പോഴത്തേക്കും ഭാര്യ പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയർപ്പകൈ ചോദിച്ചു, അങ്ങേക്കിനി എന്തെങ്കിലും കൂടി ചോദിക്കാനുണ്ടോ? അങ്ങയുടെ മുഖം ഇപ്പോഴും പ്രസന്നമായിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, എന്നെ ഈ പട്ടണം നീ കടത്തിവിടണം. കാര്യം നിൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ പോകുന്നത് ഇവിടെയുള്ളവർ കണ്ടാൽ അവരെന്നെ വഴിയിൽ തടയുകയും ചിലപ്പോൾ എന്നെ ആക്രമിക്കുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാൻ ഈ പട്ടണം കടന്നു പോകുന്നത് വരെ നീ എനിക്ക് കാവലായിട്ട് വരണം. ഇയർപ്പകൈ ഉടൻ തന്നെ തൻ്റെ വാളും പരിചയം എടുത്തിട്ട് പറഞ്ഞു, ഈ പട്ടണം കടന്നു പോകുന്നത് വരെ, ഈ ഗ്രാമാതിർത്തി വരെ ഞാൻ അങ്ങയെ അനുഗമിക്കാം. അങ്ങയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ ഈ ഇയർപ്പകൈ അങ്ങയെ കാത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഹരഹര മഹാദേവ എന്ന് പറഞ്ഞിട്ട് തൻ്റെ വാളും പരിചയം എടുത്തു. അങ്ങനെ വാളും പരിചയം എടുത്ത് ഭാര്യയുമായിട്ട് അയാൾ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരുന്ന മനുഷ്യരിത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഇയർപ്പകയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ കാട്ടുതീ പോലെ അവിടെ മുഴുവൻ സ്പ്രെഡായി. ഇയർപ്പകയുടെ ഭാര്യയുമായിട്ട് ഈ വന്നയാൾ പോകുകയാണ്. ഇയർപ്പകൈ കയ്യിൽ വാളുമായിട്ട് നടക്കുകയാണ്. ഒരു കൂട്ടം മനുഷ്യർ മുമ്പിൽ വന്ന് നിന്നു. അവർ പറഞ്ഞു, ഇതെന്ത് ഏർപ്പാടാണ് ഇയർപ്പകൈ? ഇങ്ങനെ ഏതെങ്കിലും ഒരു കള്ളസന്യാസി വന്ന് ചോദിച്ചാൽ ഉടനെ സ്വന്തം ഭാര്യയെ എടുത്തു കൊടുക്കാൻ തനിക്ക് ഭ്രാന്തുണ്ടോ ഇയർപ്പകൈ എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ വഴക്കായി. ഇയർപ്പകയും നാട്ടുകാരും തമ്മിലായി പ്രശ്നം വളരെ രൂക്ഷമായി. അവർ പറഞ്ഞു, ഈ ഗ്രാമത്തിനത് നാണക്കേടാണ്, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കെ ഞങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ ഈ സ്ത്രീയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിയിട്ട് തന്നെ ഈ എൻ്റെ ഭാര്യയെ ഇയാൾ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഇയർപ്പകയും നാട്ടുകാരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം, വാളും പരിചയമൊക്കെ ആയിട്ട് പൊരിഞ്ഞ പോരാട്ടമായി. അവിടെ വന്നിരുന്നവരെയൊക്കെ ഇയർപ്പകൈ വെട്ടി വീഴ്ത്തി, ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് വെട്ടി വീഴ്ത്തി. എല്ലാവരും വീണ് കഴിഞ്ഞപ്പോൾ ചോര മുഴുവൻ ദേഹത്തായിട്ട് ഇയർപ്പകൈ പറഞ്ഞു, ഇനി അങ്ങ് ഭയക്കണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തി കഴിഞ്ഞപ്പോൾ വന്നയാൾ പറഞ്ഞു, അപ്പോൾ ഇയർപ്പകൈ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിനൊക്കെ വളരെ നന്ദി, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഇയർപ്പകൈ അവസാനമായിട്ട് ഭാര്യയെ നോക്കിയിട്ട് വാളും പരിചയമായിട്ട് തിരിച്ചു നടന്നു. ഒരു ശൂന്യമായ മനസ്സോടുകൂടി, പക്ഷേ തൻ്റെ ധർമ്മം പാലിച്ച മനസ്സോടുകൂടി ഭഗവാനിലേക്ക്. ഇനി തനിക്ക് ജീവിതമില്ലല്ലോ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പോയില്ലേ. തൻ്റെ ശപഥം പൂർത്തീകരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ അദ്ദേഹം, ഇതിലും ഭേദം തൻ്റെ ഹൃദയം ചോദിക്കുകയായിരുന്നു. ഇതിലും ഭേദം തൻ്റെ മാറ് പിളർന്ന് തൻ്റെ ഹൃദയം പുറത്തെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ പോവുകയാണ്. പക്ഷേ അയാളുടെ ഉള്ളിലെ, ഇയർപ്പകയുടെ ഉള്ളിലെ ഭക്തൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇയർപ്പകയുടെ ഉള്ളിലെ ഭർത്താവ് വ്രണിതനാണ്. ഈസ് വൂണ്ടഡ് ആൻഡ് ബ്ലീഡിങ്. അങ്ങനെ സ്പ്ലിറ്റായി നെടുകെ പിളർന്ന് ഒരു അഗ്നിയിലൂടെ അദ്ദേഹം നടക്കുകയാണ്, വാൾത്തലപ്പിലൂടെ അദ്ദേഹം നടക്കുകയാണ്. അപ്പം കേൾക്കാം, ഇയർപ്പകൈ തിരിച്ചു വരൂ എന്ന് പറഞ്ഞൊരു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് വാളെടുത്തിട്ട് അയാൾക്ക് വേറെ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഓടിയെത്തി. എന്ത് പറ്റിയെന്ന് ഓടിയെത്തുമ്പോൾ ഭാര്യ മാത്രം അവിടെ നിൽപ്പുണ്ട്. അവളിങ്ങനെ നിർനിമേഷയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് ചോദിച്ചു, അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞ് കാണുന്നില്ല, ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം കേൾക്കുന്നത് ഭഗവാന്റെ ശബ്ദമാണ്. ഇയർപ്പകൈ ഇതെൻ്റെ പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ
നീ എന്നെ പോലും പരാജയപ്പെടുത്തിയിരിക്കുന്നു. നീ ദീർഘകാലം നിൻ്റെ ഭാര്യയോടൊത്ത് അവിടെ ജീവിക്കണം. ഇനി വരുന്നവരെ പൂജിച്ചുകൊണ്ട്, നിൻ്റെ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട്, നിൻ്റെ പതിവ്രതയായ ഭാര്യയോടൊത്ത് പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സേവിച്ച്, സന്തോഷത്തോടു കൂടി നിങ്ങൾ ദീർഘനാൾ താമസിക്കുക, വാഴുക ഈ ലോകത്ത്. നിങ്ങളുടെ ശരീരം പോകുന്ന നേരത്ത് ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാവും. നിങ്ങളെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ നിങ്ങളെ എൻ്റെ അരികിലേക്ക് എല്ലാ കാലവും എറ്റേണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം അലിഞ്ഞില്ലാണ്ടായി. അപ്പോഴത്തേക്കും ഈ മരിച്ചു കിടന്നവരൊക്കെ എഴുന്നേറ്റ് വന്നു. സത്യം പറഞ്ഞാൽ അതൊരു മതിഭ്രമമായിരുന്നു. അത് ഭഗവാൻ ഉണ്ടാക്കിയ ഒരു താൽക്കാലികമായ മതിഭ്രമമായിരുന്നു ഈ യുദ്ധങ്ങളെല്ലാം. അങ്ങനെ ശുഭകരമായിട്ടാണ് ഇയർപ്പകൈ നായനാരുടെ കഥ പര്യവസാനിക്കുന്നത്. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് അറിയില്ല, നമ്മുടെ ലോജിക്കിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. എന്താണത്? ജീവിതം ടെസ്റ്റ് ചെയ്യുമ്പോഴും ഡിവോഷനിലാണ് ഇവർ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരുതരം മരണപ്പിടുത്തമാണ്, മാരകമായ പിടുത്തമാണ്. എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് വേറൊരു തലത്തിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭക്തിയാണ്. ആ ഭക്തി എന്ന് പറയുന്നത് അവർക്ക് ആവേശമാണ്, അവരുടെ ആത്മാവാണ്, അവരുടെ ജീവൻ്റെ സകലതുമാണത്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുമുള്ളൂ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഭാര്യ എന്നല്ല, സ്വന്തം ഹൃദയം, ആ മിടിക്കുന്ന ഹൃദയം എടുത്ത് തരാൻ പറഞ്ഞാൽ നെഞ്ചിൽ കുത്തി അയാൾ അതെടുത്ത് കൊടുക്കും. ആ രീതിയിലായിരുന്നു അവരുടെ ഭക്തി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോറിയിലേക്ക് പോകാം. ഫൈനൽ സ്റ്റോറി ഏതാണ്? ഫൈനൽ സ്റ്റോറിയും ഇതുപോലെ നമ്മുടെ ലോജിക്കിനപ്പുറത്താണ്. എനിക്ക് ആ സത്യം പറഞ്ഞ ആ കഥ, ഈ പറഞ്ഞ 2 കഥകളേക്കാൾ എന്നെ ഹർട്ട് ചെയ്ത കഥ ഈ 3ാമത്തെ കഥയാണ്. പക്ഷെ എന്നെ അഫക്റ്റ് ചെയ്തത് ഫസ്റ്റ് സ്റ്റോറിയാണ്. അപ്പോൾ 3ാമത്തെ കഥ എന്ന് പറയുന്നത് മെയ്പ്പൊരുൾ നയനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മെയ്പ്പൊരുൾ നയനാർ. എന്താണ് മെയ്പ്പൊരുൾ ചെയ്തത്? മെയ്പ്പൊരുൾ എന്ന് പറയുന്ന ആൾ ഒരു രാജാവായിരുന്നു, ഒരു മഹാനായ രാജാവായിരുന്നു. അദ്ദേഹം ഒരു ശൈവൈറ്റ് ആയിട്ടുള്ള രാജാവായിരുന്നു. അദ്ദേഹം ഒരു വലിയ ക്ഷത്രിയനും കൂടിയാണ്, യുദ്ധവീരനും കൂടിയാണ്. വെൽ ഡിസിപ്ലിൻഡ് ആണ്, ഉദാരമതിയാണ്, ഒരു നല്ല ചക്രവർത്തിയാണ്, ഒരു നല്ല ഭരണാധികാരിയാണ്, നല്ലൊരു യോദ്ധാവാണ്, ഒരു നീതിമാനായ മനുഷ്യനാണ്. എല്ലാം തികഞ്ഞ ഒരു ശിവഭക്തനാണ് മെയ്പ്പൊരുൾ. മെയ്പ്പൊരുളിൻ്റെ രാജ്യം ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ സമ്പൽ സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇതിൽ അസൂയാലുക്കളായിട്ട്, ആ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാജാവുണ്ട്, മുത്തനാഥൻ എന്നാണ് അയാളുടെ പേര്. മുത്തനാഥൻ ഈ പിന്നെ മെയ്പ്പൊരുൾ നയനാരുടെ തിരുക്കോവിലൂർ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കും. പലതവണ ആക്രമിച്ചെങ്കിലും, പല വിധത്തിൽ ആക്രമിച്ചെങ്കിലും, ഓർക്കാപ്പുറത്തിരുന്ന് ആക്രമിച്ചു, അങ്ങനെ എല്ലാ രീതിയിലും ശ്രമിച്ചെങ്കിലും ഈ രാജ്യം കീഴടങ്ങിയില്ല. മെയ്പ്പൊരുളിൻ്റെ മെയ്ക്കരുത്തിന് മുമ്പിൽ മുത്തനാഥൻ തോറ്റുപോയി. മുത്തനാഥൻ്റെ സൈന്യം തോറ്റുപോയി. ഇയാളുടെ ഡെഡിക്കേഷന് മുമ്പിൽ, ഇയാളുടെ ഡിറ്റർമിനേഷന് മുമ്പിൽ, സർവോപരി ഇയാളുടെ ഭക്തിയുടെ മുമ്പിൽ. കാര്യം ശിവനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. മരണത്തെ പോലും ഭയമില്ലാത്ത, ചെയ്യുന്ന ആൾ പോലും അപ്രത്യക്ഷമാകുന്ന രീതിയിൽ യുദ്ധമാണത്. ശരിക്കും ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന പോലെ മാമനുസ്മര യുദ്ധജ എന്ന് ഭഗവാൻ പറയും. എന്നെ മാത്രം സ്മരിക്കുക, യുദ്ധം ചെയ്യുക, എന്നെ ഓർത്തുകൊണ്ടിരിക്കുക, യുദ്ധം ചെയ്യുക. നിനക്ക് വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കണ്ട, നിനക്ക് അവരോട് ശത്രുതയൊന്നുമില്ല, ആരും നിൻ്റെ ശത്രുക്കളല്ല, നീ എന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുക. ഈ യുദ്ധം നിൻ്റെ ധർമ്മമാണ്, ഈ യുദ്ധം നിൻ്റെ കടമയാണ്. നിൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടേണ്ടവരാണ് അപ്പുറത്ത് നിൽക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് ആ കടമ മാത്രം നിർവഹിക്കുക, എന്നെ ഓർക്കുക. അങ്ങനെ മാമനുസ്മര യുദ്ധജ എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ഓർക്കും, യുദ്ധം ചെയ്യും. ആ എല്ലാ യുദ്ധങ്ങളും മെയ്പ്പൊരുൾ വിജയിച്ചു. മെയ്പ്പൊരുളിന് ആരോടും വൈരാഗ്യമില്ല. മുത്തനാഥന് ഇയാളോട് തീർത്താൽ തീരാത്ത വൈരാഗ്യവും. അങ്ങനെ മുത്തനാഥൻ അവസരം പാർത്തിരുന്നു. നേരിട്ട് ഇയാളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തക്കം പാർത്തിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനൊരു വിലപിടിച്ച ഇൻഫർമേഷൻ കിട്ടി. ചാരന്മാർ കൊണ്ടുവന്നതാണ്. എന്താണത്? ശിവഭക്തനായ ഒരു സന്യാസിക്ക് ഏത് പാതിരാത്രിയിലും മെയ്പ്പൊരുളിൻ്റെ കോട്ടവാതിൽ തുറന്നു കൊടുക്കും. ഒരിക്കലും ആരും നമ്മളെ പരിശോധിക്കില്ല. അന്തഃപുരത്തിൽ വരെ കയറി ചെല്ലാനുള്ള അനുമതി ശിവഭക്തന്മാർക്കുണ്ട്, ശിവസന്യാസിമാർക്കുണ്ട്. മുത്തനാഥൻ വിചാരിച്ചു ഇത് തന്നെ അവസരം. പിറ്റേ ദിവസം മുത്തനാഥൻ ഒരു ശിവഭക്തനായിട്ട് ഫാൻസി ഡ്രസ്സ് ചെയ്തു. നല്ല പെർഫെക്റ്റ് ഒരു അത്തരത്തിലുള്ളൊരു വസ്ത്രം ധരിച്ച്, കയ്യിലൊക്കെ രുദ്രാക്ഷ ഇട്ട്, നെറ്റിയിൽ ഭസ്മം ഇട്ട്, കയ്യിലൊരു പൊതിയുണ്ട്. പൊതിക്കെട്ടെന്ന് പറഞ്ഞാൽ താളിയോല ഗ്രന്ഥങ്ങളുമായിട്ട് ഇദ്ദേഹം തിരുക്കോവിലൂരിലേക്ക് ചെന്നു. അതും രാത്രിയിലാണ് ചെന്നത്. രാത്രിയിൽ ഇദ്ദേഹം കോട്ടവാതിലെത്തിയപ്പം കാവൽക്കാരൻ നോക്കിയപ്പോൾ എന്താണ്, ഒരു ശിവ സന്യാസി വരുന്നു. ഉടൻ തന്നെ വാതിൽ തുറന്നു. കൊട്ടാരത്തിലെ എല്ലാ വാതിലുകളും അതുപോലെ തുറന്നു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് മെയ്പ്പൊരുൾ ഉറങ്ങുന്ന അന്തഃപുരം എന്ന് ചോദിച്ചു. കാവൽക്കാരത് കാണിച്ചു കൊടുത്തു. നേരെ അന്തഃപുരത്തിലെത്തി. അന്തഃപുരത്തിൻ്റെ പുറത്ത് ഒരൊറ്റ കാവൽക്കാരൻ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. അതും രാത്രിയുടെ അഗാധമായ രാത്രി. ഒരു കാവൽക്കാരൻ മാത്രം ഉണർന്നു നിൽക്കുക. അങ്ങെന്താണ് ഈ സമയത്ത് വന്നത് എന്ന് ഒരു മയമില്ലാത്ത ചോദ്യം വന്നു. അവിടെ നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. ദത്തൻ എന്ന് പറയുന്ന ഒരു അംഗരക്ഷകനാണ്. ദത്തൻ എന്ന് പറഞ്ഞാൽ രാജാവിനോട് അത്രയും സ്നേഹമുള്ള ഒരാളാണ്. അയാൾ ചോദിച്ചു, എന്താണ് ഈ രാത്രിയിൽ യാതൊരു അറിയിപ്പും ഇല്ലാതെ ഈ രാത്രിയിൽ വന്നത്? അങ്ങ് ഇപ്പോൾ വിശ്രമിക്കൂ, ഞാൻ നാളെ രാജാവിനെ ഉണർത്തി കാര്യം പറയാമെന്ന് പറഞ്ഞു. പറ്റില്ല, ഇപ്പോൾ ഈ നിമിഷം എനിക്ക് മെയ്പ്പൊരുളിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കയറി പോവുകയാണ്. എന്ത് ചെയ്യാനാണ്? രാജാവിൻ്റെ കമാൻഡാണ്. എന്ത്? ഒരു ശിവസന്യാസി വന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ തടയരുത് എന്നുള്ളത് കമാൻഡ് അവിടെ ഉള്ളത് കൊണ്ട് ദത്തന് തടയാൻ പറ്റിയില്ല. പക്ഷേ ദത്തൻ ഇയാളുടെ കൂടെ പോയി. ഇയാൾക്ക് മനസ്സിലായി സംതിങ് റോങ്, എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വിശാലമായ അന്തഃപുരത്തിൽ ചെന്നു. ഭാര്യ ഉണർന്നിരിക്കുമായിരുന്നു. ഭാര്യ സന്യാസിയെ കണ്ട് പെട്ടെന്നെഴുന്നേറ്റു. അങ്ങ് വന്നോ? എന്നാൽ ഇരിക്കൂ, ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ വിളിച്ചു. മെയ്പ്പൊരുൾ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ തൊട്ടു മുമ്പിലൊരു സന്യാസി. വലിയ സന്തോഷം, ഈ രാത്രിയിൽ അങ്ങ് എന്നെ കാണാൻ ഇവിടം വരെ എത്തിയല്ലോ, ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇരുന്ന് കാല് വെള്ളമൊഴിച്ച് കഴുകി അടുത്ത് പോയിരുന്നപ്പം ഈ സന്യാസി ചുറ്റും നോക്കി. ഭാര്യയുണ്ട്, ദത്തനും ഉണ്ട്. രണ്ട് പേരേ ഉള്ളൂ അടുത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ രാജാവേ ഉള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ദിവസം ശിവൻ്റെ ദർശനം ഉണ്ടായി. അപ്പോൾ ശിവൻ എനിക്കൊരു രഹസ്യവിദ്യ തന്നിട്ടുണ്ട്. ഇത് അങ്ങേക്ക് ഉപദേശിച്ച് തരാനാണ് ഞാൻ വന്നത്. പറഞ്ഞേ, ഞാൻ അങ്ങയുടെ ഡിസൈപ്പിളാകുന്നു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്കത് ഉപദേശിച്ച് തന്നാലും. ശിവൻ്റെ ദർശനം കിട്ടിയ മഹാപുണ്യാത്മാവാണ് അങ്ങ്, അതുകൊണ്ട് എനിക്കത് ഉപദേശിച്ച് തന്നാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ രണ്ടും മാത്രമേ കേൾക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ദത്തനെയും അവിടുന്ന് മാറ്റി. ഭാര്യ അന്തഃപുരത്തിലേക്ക് വീണ്ടും അപ്പുറത്തെ പുരങ്ങളിലേക്ക് പോയി. ദത്തൻ മുറിക്ക് പുറത്തേക്കും പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാൽപാദത്തിൽ തൊട്ട് വന്ദിച്ചോളൂ, ഞാൻ അങ്ങേക്ക് മന്ത്രം ഉപദേശിച്ച് തരാമെന്ന് പറഞ്ഞ് മെയ്പ്പൊരുൾ കാലിൽ തൊട്ട നിമിഷം തൻ്റെ മുതുകത്ത് ശക്തിയുള്ളൊരു കഠാര തുളഞ്ഞു കയറുന്നതായിട്ട് മനസ്സിലായി. ഒന്നല്ല, പലതവണ മിന്നൽ വേഗത്തിൽ കഠാര കൊണ്ടുള്ള കുത്തുകൊണ്ട് മെയ്പ്പൊരുൾ കുഴഞ്ഞു വീണു. മിന്നൽ വേഗത്തിലായിരുന്നു എല്ലാം. മെയ്പ്പൊരുളിന് ശ്വാസം കിട്ടുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ശ്വാസം കിട്ടാതെ കിടന്ന് വിഷമിക്കുകയാണ്. എന്നിട്ടിങ്ങനെ നോക്കുകയാണ്, ഇതെന്താണ് സംഭവിക്കണമെന്നറിയാതെ. അപ്പം സന്യാസി പെട്ടെന്ന് തൻ്റെ താടിയൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, മെയ്പ്പൊരുളെ, ഇതാണ് നിൻ്റെ ദൗർബല്യം. നിനക്ക് ഒരു ദൗർബല്യം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. നീ ശിവൻ്റെ വലിയ ഭക്തനാണ്, അതാണ് നിൻ്റെ ദൗർബല്യം. നിനക്ക് പുറംപൂച്ചിൽ മാത്രമാണ് നീ ശ്രദ്ധിക്കുന്നത്, അകത്തെന്താണെന്ന് നീ അറിയുന്നില്ല. ഞാനാരാന്ന് മനസ്സിലായോ? ഞാനാണ് നിൻ്റെ ശത്രു മുത്തനാഥൻ എന്ന് പറഞ്ഞു. അപ്പം മെയ്പ്പൊരുൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മുത്തനാഥൻ എന്ന് മാത്രം പേര് പറഞ്ഞാൽ മതി, എൻ്റെ ശത്രു എന്ന് പറയണ്ട, എനിക്കങ്ങനെ ഒരു ശത്രു ഇല്ല എന്ന് പറഞ്ഞു. മുത്തനാഥൻ അത്ഭുതപ്പെട്ടു. നിനക്ക് ശത്രു ഇല്ലെന്നോ? നീ എൻ്റെ കൈ കൊണ്ടാണ് നീ കൊല്ലപ്പെടുന്നത്, നീ മരിക്കാൻ പോവാണ്, നിന്നെ കൊന്നത് ഞാനാണ്, പിന്നെ ഞാൻ നിനക്ക് ശത്രുവല്ലാതെ പിന്നെ ആരാന്ന് ചോദിച്ചു. എനിക്ക് ശത്രുക്കളില്ല, അങ്ങ് വന്നത് ശിവസന്യാസിയായിട്ടാണ് വന്നത്, അങ്ങ് ശിവസന്യാസിയായിട്ട് വന്നതുകൊണ്ടാണ് കൊട്ടാരം കാവൽക്കാരത് തുറന്നു തന്നത്, അതുകൊണ്ടാണ് അങ്ങേക്ക് ഈ അന്തഃപുരം വരെ വരാൻ സാധിച്ചത്.
അതുകൊണ്ടത് മനസ്സിലാക്കുക. ഞാൻ ശിവഭക്തനാണ്. എനിക്ക് ഒരു ശിവസന്യാസിയുടെ കൈകൊണ്ടാണ് മരണമെങ്കിൽ ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അങ്ങ് മുത്തനാഥനാണെങ്കിൽ തന്നെ എനിക്ക് ശത്രുതയില്ല. പക്ഷേ ഇപ്പം മുത്തനാഥൻ പോലും അല്ല. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്തത് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ അല്ല. ഞാൻ എൻ്റെ കടമ ചെയ്തു, എൻ്റെ ധർമ്മം ചെയ്തു. അതല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്രമിച്ചിട്ടില്ല. നിങ്ങൾ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമായിരുന്നു. അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ മുത്തനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ഒരിക്കലും ഒരു വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ കടമ ചെയ്തു, എൻ്റെ ധർമ്മം ചെയ്തു. ഈ നിമിഷവും എനിക്കറിയാം ഞാൻ മരിക്കാൻ പോകുകയാണ്. ഈ നിമിഷവും എൻ്റെ ധർമ്മമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശിവ സന്യാസിമാരെ ആദരിക്കുക എന്നുള്ളതാണ്, അവരെ സ്വീകരിച്ച് ആനയിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങയിൽ ശിവനെ മാത്രമേ കാണുന്നുള്ളൂ, എൻ്റെ ദേവതയെ മാത്രമേ ഞാൻ അങ്ങയിൽ കാണുന്നുള്ളൂ. എനിക്കങ്ങ് ശത്രുവല്ല. ശത്രുവാണെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങ് തിരുത്തിക്കൊള്ളൂ. എനിക്ക് മുത്തനാഥൻ ഒരിക്കലും ശത്രുവല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് മുത്തനാഥൻ ഒന്നും പറയാതെ നിൽക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ സമയത്ത് ദത്തൻ പാഞ്ഞ് കയറി വന്നു അന്തപുരത്തിലേക്ക്. അദ്ദേഹം ശബ്ദം കേട്ട് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, മുത്തനാഥ ദ്രോഹി, നീ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാളൂരി മുത്തനാഥൻ്റെ തല വെട്ടാനായിട്ട് വരുവാണ്. പെട്ടെന്ന് രാജാവ് തടുക്കുകയാണ്. ദത്ത, ഇതെൻ്റെ കമാൻഡാണ്, ഇതെൻ്റെ ആജ്ഞയാണ്. മുത്തനാഥനെ ഒന്നും ചെയ്യരുത്. ഇത് മുത്തനാഥനല്ല, ഇത് ശിവസന്യാസിയാണ്. ശിവസന്യാസിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിൽ ഇവിടുന്ന് പോകുന്നതും ഒരു ശിവസന്യാസിയായിട്ട് തന്നെയായിരിക്കും. ഒരു ശിവസന്യാസിയെ ഈ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ വധിച്ചു, അല്ലെങ്കിൽ എൻ്റെ അംഗരക്ഷകൻ വധിച്ചു എന്ന് എനിക്ക് കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്കും മുത്തനാഥൻ്റെ കയ്യിൽ നിന്ന് കഠാരയൊക്കെ താഴെ പോയി. അയാളുടെ ജീവിതത്തിൽ അയാൾ ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അയാൾ ഒരുപാട് ശത്രുക്കളെ കണ്ടിട്ടുണ്ട്. അയാൾ ഒരുപാട് തൻ്റെ പാദസേവനം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ 2 പേരെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ഒന്നെങ്കിൽ തൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നവരെ, അതല്ലെങ്കിൽ തന്നെ തോൽപ്പിച്ചവരെ, അല്ലെങ്കിൽ തൻ്റെ എതിര് നിൽക്കുന്നവരെ, തന്നോട് വൈരാഗ്യം പുലർത്തുന്നവരെ, തന്നെ കൊല്ലാൻ വരുന്നവരെ. ഈ 2 പേരെ അയാൾക്ക് അറിയാവുള്ളൂ. ജീവിതകാലം മുഴുവൻ ഈ 2 പേരുടെ ഇടയ്ക്ക് കടന്ന് കളിക്കുമായിരുന്നു മുത്തനാഥൻ. ഒന്ന് തൻ്റെ പാദസേവനം ചെയ്യുന്ന വ്യക്തിത്വമില്ലാത്തവരെയും, മറ്റ് തന്നോട് വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെ കൊല്ലാൻ വരുന്ന ശത്രുക്കളെയും. അതുകൊണ്ട് ഈ മനുഷ്യരെ ഈ 2 കാറ്റഗറിയിലാണ് മുത്തനാഥൻ പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഈ 2 കാറ്റഗറിയിലുമല്ലാത്ത ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. അയാളെ ഞാൻ എവിടെ പെടുത്തും? എൻ്റെ ഇതുവരെയുള്ള അറിവിൽ ഞാൻ എവിടെയാണ് ഇയാളെ പ്ലേസ് ചെയ്യുന്നത്? ഞാൻ എവിടെയാണ് ഈ മനുഷ്യനെ പ്രതിഷ്ഠിക്കേണ്ടത്? ഇയാളെ ഞാൻ എന്ത് ചെയ്യും? തൻ്റെ അറിവില്ലായ്മയുടെ മുമ്പിൽ, തൻ്റെ മുമ്പിൽ അനാവൃതമായ മഹാഭക്തിയുടെ മുമ്പിൽ മുത്തനാഥൻ ഒന്നുമില്ലാതെ നിന്ന് വിയർക്കുകയാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ. എന്നോട് വൈരാഗ്യമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കൊന്നു കളഞ്ഞല്ലോ. ഞാനൊരു പാപമാണോ ചെയ്തത് എന്നൊക്കെയുള്ള സമ്മിശ്ര വികാരങ്ങൾ മുത്തനാഥനാകെ. അതേസമയം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുമുണ്ട്. തനിക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇയാളെ കൊല്ലാൻ വന്നതൊക്കെ തന്നെ, പക്ഷേ എനിക്കിപ്പോൾ ഇയാൾ മരിച്ച് കാണേണ്ടതില്ല. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. എനിക്ക് ഈ ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. മുത്തനാഥനാകെ പ്രശ്നമായി. അദ്ദേഹം അൺസെറ്റിൽഡായി. അപ്പം രാജാവ് പറഞ്ഞു, ദത്ത, നീ എത്രയും പെട്ടെന്ന് മുത്തനാഥനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ രാജ്യത്തിന് വെളിയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വാ. ഞാൻ അതുവരെ ഇവിടെ മരിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇദ്ദേഹം സുരക്ഷിതനായി ഇവിടുന്ന് പോയി എന്ന് അറിഞ്ഞിട്ട് മാത്രം വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ദത്തൻ മുത്തനാഥനെ കൊട്ടാരത്തിന് വെളിയിൽ, രാജ്യത്തിന് വെളിയിൽ കൊണ്ടാക്കിയിട്ട് ഒന്നും നോക്കുക പോലും ചെയ്യാതെ തിരിച്ചു വരും. മുത്തനാഥൻ എന്തിനു വന്നു, എന്ത് ചെയ്തു, ഇനി എന്താവും എന്നൊന്നും അറിയാതെ മുത്തനാഥൻ ഒരു ഭ്രാന്തനെ പോലെ നടന്ന് മറഞ്ഞു. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ ദത്തൻ കാണുന്നത് മരണാസന്നനായി കിടക്കുന്ന രാജാവിനെയാണ്. അടുത്തിരുന്ന് രാജ്ഞി കരയുന്നുണ്ട്. അന്തപുരത്തിലെ എല്ലാവരും വന്നിരുന്ന് കരയുന്നുണ്ട്. എല്ലാവരെയും സാക്ഷി നിർത്തി ശിവൻ്റെ നാമം ജപിച്ചുകൊണ്ട് മെയ്പ്പൊരുൾ ചോദിക്കും, മുത്തനാഥനെ രക്ഷപ്പെടുത്തിയില്ലേന്ന് ചോദിക്കും. രക്ഷപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ എൻ്റെ അവസാനത്തെ ആഗ്രഹവും കഴിയും. ഇനി ഞാൻ ശിവൻ്റെ അരികിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകളടയ്ക്കും. അങ്ങനെ 63 സെയിൻറ്റുകളിൽ ഒരാളായിട്ട് മെയ്പ്പൊരുൾ നയനാരും ഉണ്ട്. ഇതുപോലുള്ള അത്ഭുതകരമായ കഥകളാണ് നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോയ കഥകളാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രസ്ഥാനമാണ് ശൈവ സംസ്കാരം എന്ന് പറയുന്നത്. ഈ ശൈവ പ്രസ്ഥാനത്തിൽ ശിവന് വേണ്ടി തനുവും മനവും സമർപ്പിച്ച മനുഷ്യരാണ് അവിടെയുള്ളത്. അവരിൽ നിന്നാണ് ഇതുപോലുള്ള നക്ഷത്രങ്ങൾ, എന്തും കൊടുക്കുന്ന നക്ഷത്രങ്ങൾ വരുന്നത്. ഇതുപോലെ ഒരു സന്ദർഭമാണ് യേശുക്രിസ്തുവിനെ അനശ്വരനാക്കിയത്.
എന്നെ വധിച്ചവർ, അദ്ദേഹം കുരിശിൽ കിടക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് പൊറുക്കണമേ. അത് യേശുക്രിസ്തുവിനെ അനശ്വരനാക്കി വിശ്വപ്രസിദ്ധനാക്കി. പക്ഷേ ഇവിടെ നോക്കൂ, മെയ്പ്പൊരുൾ പറയുന്നതും അതൊക്കെ തന്നെയാണ്. അങ്ങ് ചെയ്തത് എന്താണെന്ന് അങ്ങ് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു, അങ്ങനെ ക്ഷമിക്കാൻ ഭഗവാനോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് തന്നെയാണ് മെയ്പ്പൊരുളും പറഞ്ഞത്. തൽക്കാലം ഈ 3 കഥകളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ 3 കഥകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ കഥയും നമുക്ക് ഓരോ അനുഭവമാണ്, ഓരോ പിടിവള്ളിയാണ്. ഇതൊക്കെ പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജീവിതത്തിൽ സകലതും തകർന്നു പോകും. എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ അതുവരെ മുറുകെ പിടിച്ചിരുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഉടഞ്ഞു പോകാം. പക്ഷെ അപ്പോഴും നമുക്ക് മുറുകെ പിടിക്കാൻ നമുക്കൊരു ആദർശമുണ്ടാവണം. അവിടെ പിടിച്ചാൽ അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ അൺനോൺ ഏരിയയാണ്, അജ്ഞാതമായ സ്ഥലികളാണത്. ആ അജ്ഞാതമായ സ്ഥലത്ത്, നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാതമായ പ്രദേശത്ത് നമ്മളുടെ യഥാർത്ഥ സെൽഫ്, യഥാർത്ഥ ആത്മാവ് അവിടെയുണ്ട്. അതിൽ മുറുകെ പിടിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഭജ ഗോവിന്ദം എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതാണ്. ജീവിതം പരീക്ഷിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ചാട്ടവാറ് വന്ന് വീഴുമ്പോൾ, തിളച്ച എണ്ണയിൽ നമ്മളിങ്ങനെ വറുതി എടുക്കുമ്പോൾ, ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ വേറൊന്നുമില്ല. വേറെ എവിടെ പിടിച്ചിട്ടും കാര്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതിൽ മുറുകെ പിടിക്കുക. ചിലപ്പോൾ നമ്മുടെ സമ്പത്തുകൾ പോകാം, ചിലപ്പോൾ നമ്മളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടാം. അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കും ഇത് ഒരൊറ്റയാളുടെ കഥ പോലെ നമുക്ക് തോന്നും. ഒരാൾക്ക് സംഭവിച്ചതുപോലെ അയാളുടെ സമ്പത്ത് പോകുന്നു, ഭാര്യ പോകുന്നു, ജീവൻ നഷ്ടമാകുന്നു, രാജ്യം നഷ്ടമാകുന്നു. പക്ഷേ അവർ എവിടെയാണ് പിടിച്ചത്? അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈശ്വരനായിരുന്നു, ഭഗവാനായിരുന്നു. രാമകൃഷ്ണദേവൻ പറയും, ഒരു തൂണിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ വട്ടം കറങ്ങൂ, എങ്കിൽ നിങ്ങൾ വീഴില്ല. നിങ്ങൾ തല കറങ്ങിയാലും നിങ്ങൾ വീഴില്ല. തൂണിലെ പിടുത്തം ശക്തമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീഴില്ല. അപ്പോൾ ആ തൂണിലെ മുറുകെ പിടുത്തമാണ് അവരുടെ ജീവിതത്തിൻ്റെ സാരസർവസ്വം. അതിൽ പിടിച്ചുകൊണ്ടാണ് അവർ കറങ്ങുന്നത്. ഇതാണ് ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടുള്ള, ഈ കഥകളുടെയൊക്കെ വളരെ പൊതുവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഭക്തിയാണ്. രമണ മഹർഷിയെ പോലും ആഴത്തിൽ സ്വാധീനിച്ച പുസ്തകമാണ് ഈ 63 സന്യാസിമാരുടെ കഥകൾ. രമണ മഹർഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിലൊന്നായിരുന്നത് 63 ശൈവ സന്യാസിമാർ തമിഴ് സംസ്കൃതിയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത്രമാത്രം. ഇനി നിങ്ങളുടെ ടൈം.